മാനവരുലകിൽ മംഗളജീവൻ പകർന്നവനെ ഉന്നത വെളിവാൻ ശാന്തി ജഗത്തിൽ വിലക്ഷണമേ മരണമടഞ്ഞോ ആനന്ദത്തിൽ പരമകവാടം തുറക്കണമേ ബലിതു കൈക്കൊള്ളുന്നവരുടെ പാപം ഓർക്കണമേ നിത്യവിരുന്നിൽ അവനിൽ കൊളുത്തണമേ അവനിലങ്ങേ ആനന്ദനാമം കീർത്തിച്ചവരെ കരുതേ അവനിലങ്ങേ ദിവ്യശരീരം കൈക്കൊണ്ടവരെ ത്യജിക്കരുതേ മരണത്താലേ മാനവരുലകിൽ മംഗളജീവൻ പകർന്നവനേ മരണമടഞ്ഞോ കാലത്തിൽ പരമകവാടം തുറക്കണമേ ബലിയായി ഉന്നത വെളിവാൻ ശാന്തി ജഗത്തിൽ വിരച്ചവനേ മരണമടഞ്ഞോ ആനന്ദത്തിൽ പരമകവാടം തുറക്കണമേ. വിശുദ്ധ ബലിയിൽ നമ്മുടെ ഗുരുവിൻ്റെ അമ്മച്ചിയെ നമുക്ക് പ്രാർത്ഥിക്കാം. ചരമവാർഷികം ആചരിക്കുന്ന ഈ അമ്മച്ചിയോടൊപ്പം മരണപ്പെട്ട എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവർ ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട സാമച്ചൻ്റെ മലങ്കര രൂപതയിലെ സാമച്ചൻ്റെ മരണവാർത്തകളാണ്. വളരെ അടുത്ത പരിചയമുള്ള ഒരു മകൻ വിവാഹം കഴിഞ്ഞിട്ട് 4-ാം വർഷമേ ആയിട്ടുള്ളൂ. കൽക്കട്ടയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചതായിട്ടുള്ള വാർത്ത കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കോവിഡ് രോഗം മൂലം മരണപ്പെട്ടവരുടെ സംഖ്യ 8 ലക്ഷമാണ്. നമുക്കെല്ലാ മരണപ്പെട്ടവരെയും പ്രത്യേകിച്ചും ഇന്ന് ചരമവാർഷികം ആചരിക്കുന്നവർ ഈ ദിവസങ്ങളിൽ മരണപ്പെട്ടവരാണ് എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധരെയും പ്രത്യേകം പ്രാർത്ഥിക്കാം. കോവിഡ് ബാധയും അതുപോലുള്ള സാഹചര്യങ്ങൾ മൂലം ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ വിശുദ്ധ ബലിയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം, ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും
പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ ഇവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യ രഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരായി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്നപ്പോൾ സകലേശ നിന്നെ ഞാൻ കാത്തിരിക്കും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. നാഥനും പുത്രനും റൂഹായുമാതയായി കീർത്തനഗീതികളെല്ലാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിലൂടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമാരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദ ഉയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യൻകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 15-ാം അധ്യായം 35 മുതൽ 49 വരെ വാക്യം. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടെ ആയിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യൻ്റേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറെ ഒന്ന്, മത്സ്യങ്ങളുടേത് വേറെ ഒന്ന്. സ്വർഗീയ ശരീരങ്ങളും ഉണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറെ ഒന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗമിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരവും. ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗമികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന് സാദൃശ്യം ധരിക്കും. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിനാൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂർണ്ണം ചെയ്യട്ടെ. നമുക്ക് സത്താവുന്നത് പരിശുദ്ധ സുവിശേഷത്തിൽ വയ്ക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 13 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ലേഖനത്തില് തേജസ്സോടെ ഉചിതമാകുന്ന ആ അനുഭവത്തെ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. സ്വർഗത്തിൽ സ്വർഗീയ ശരീരത്തോടുകൂടി ആയിരിക്കാനായി അവിടുന്ന് ഉത്ഥാനത്തിലൂടെ നമുക്ക് തരുന്ന ആ വലിയ പ്രകാശവും പ്രതീക്ഷയും പ്രിയപ്പെട്ടവരുടെ സ്മരണകളിൽ തളരുമ്പോൾ പ്രകാശവും ആശ്വാസവുമായി ഭവിക്കട്ടെ. സുവിശേഷത്തില് വേദനകളെ കുറിച്ച്, പ്രത്യേകിച്ചും യുഗാന്ത്യത്തെ കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് തരുകയാണ്. ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഓരോ നിമിഷവും ജീവിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോഴും അത് പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെതാകണം. യേശു നാമത്തെ പ്രതി സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും സംബന്ധങ്ങളാകാം. ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടുന്ന് കൂടെ ഉണ്ടായെന്നും നമ്മളായിരിക്കുന്ന അവസ്ഥയെ തരണം ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ശക്തി നൽകുമെന്നുള്ള വലിയ പ്രകാശത്തിൻ്റെ ചിന്തയാണ് തരുന്നത്. ഈശോ നമ്മളെ വളരെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷമാണ്. പലപ്പോഴും അവസാനം വരെ സഹിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. കുറച്ചൊക്കെ ചെയ്യും, കുറച്ചൊക്കെ സഹിക്കും. അവസാനം നമ്മുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ട ദൈവത്തെയും മനുഷ്യരെയും
നമ്മെ തന്നെയും തകർക്കുന്ന പലതും നമ്മുടെ ഇടയിൽ സംഭവിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കാൻ ആവശ്യമായ കരുത്ത് അവിടുന്ന് നിന്നും നമുക്ക് നേടാൻ കഴിയാതെ അവസാനം വരെ സഹിച്ചവനാണ് അവിടെ. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ച് പിതാവിന്റെ മടിയിലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് സഹന വഴികളിൽ, പീഡന വഴികളിൽ നാം എടുക്കേണ്ട നിലപാടുകൾ ഈശോ വെളിവാക്കി തരുന്നത്. ശ്രദ്ധാപൂർവം അത് ഉൾക്കൊള്ളുവാനും ഈ വചനത്തിൽ നിന്ന് ആശ്വാസം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കട്ടെ. അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഇതെന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകുവാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വരും. അവർ അനേകരെ വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റി കിംവദന്തികളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങളെ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം വരളി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് സഹോദരങ്ങളെ വിശേഷ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാപിച്ചവരുമായ സഹോദരങ്ങളെ നിത്യജീവിതം നൽകി അനുഗ്രഹിക്കണമെന്ന് ശോഭയോടെ ഞങ്ങളും അവസാന വിജയമെന്ന് തീരുമാനങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗത്തിൽ ഞങ്ങളെ എത്തിച്ചേരുവാനിടയാക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കടലായി കളയട്ടെ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളടയ്ക്കും ദിവ്യബലി നിന്തിരുസുതനാം ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി ഞങ്ങളെ ഒന്നായി നിന്തിരുമുൻപിൽ
ദിവ്യദിനത്താൽ മർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ചും ഇന്ന് ചർമ്മവാർഷികം അനുസ്മരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ഈ അമ്മച്ചിയെയും എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരാ, രോഗത്തിൽ മരണപ്പെട്ടവരാ, കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം തകർന്നു പോയവരാ, ഒറ്റപ്പെട്ടു പോയവരാ, അനാഥരായി പോയവരാ, പലതരത്തിലുള്ള വിഷമതകളിലൂടെയും നിഷേധാത്മകമായ സാഹചര്യങ്ങളിലൂടെയും അതിൻ്റെ പേരിൽ വലിച്ചിഴക്കപ്പെടുന്നവരാ. കർത്താവെ ഒത്തിരിയേറെ സങ്കടങ്ങളും സംഘർഷങ്ങളുമായി നിൽക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് തരുന്നു. കർത്താവെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയവരാ, ഈ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരാ, അങ്ങനെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി അവസാനം വരെ സഹിച്ചു നിൽക്കാൻ. കർത്താവെ ലോകത്തിൽ നിന്റെ മക്കള് പലതരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. നിന്റെ നാമത്തെ പ്രതിയും സഹിക്കേണ്ടി വരുന്ന ഒത്തിരി മക്കളാണ്. എല്ലാവരും കർത്താവെ അവസാന ശ്വാസം വരെ നിന്നിൽ അടിയുറച്ചു നിൽക്കാനും നിന്നിൽ പൂർണ്ണമായി അർപ്പിതരാകുവാനും ഇടയാകട്ടെ. ഈ ഭാരങ്ങളും പ്രക്ഷുബ്ധതകളും സംഘർഷങ്ങളും സഹനങ്ങളും എല്ലാം നീ അറിയുന്നു എന്നുള്ള സത്യത്തിൽ നിന്ന് ഞങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ. സകലതും സമർപ്പിച്ചുകൊണ്ട് സകലരെയും സമർപ്പിച്ചുകൊണ്ട് നിന്റെ കരുത്തും ശക്തിയും ആർജിക്കുവാൻ ആഗ്രഹിച്ചതാ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ മക്കളുടെ ഉള്ളിൽ വരുന്ന എല്ലാ രോഗങ്ങളും ദേഹങ്ങളും സംശയങ്ങളും മാറ്റങ്ങളും അസ്വസ്ഥതകളും ഏകാന്തതകളും സമ്മർദ്ദങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആശ്വാസം ഉണ്ടാകട്ടെ, നിന്റെ ധൈര്യം ഉണ്ടാകട്ടെ, നിന്റെ പ്രകാശം ഉണ്ടാകട്ടെ, നിന്റെ തിരികെ തിരിച്ചറിയട്ടെ. ആരോട് ചേർന്ന് സകലത്തെയും സ്വീകരിച്ച സധൈര്യം നിന്നോടൊപ്പം നീങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മജനും ദിവ്യ ഊഹായ്ക്കും സ്തുതിയും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാം. പാവനം ഈ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ. ആമീനാമീൻ. മർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കോമികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. വലിയവരൊപ്പം കാത്തുവസിക്കും. അവരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടും. ഉദ്ധിതരായിടുവാൻ സന്നിധിയിൽ
നോക്കും പ്രാർത്ഥനയും നിത്യം കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ വിശേഷ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖിലചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അനഹമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ഭവന്മാരോടും സാമ്പ്യന്മാരോടും ചേർന്ന നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവരുടെ രംഗങ്ങളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ രാജാവായി വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതി ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തതോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവ്വധജ സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരിമാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാപ്പൊലീത്തമാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, സന്യാസികൾ, സന്യാസാർത്ഥികൾ, പുരോഹിതാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, മറ്റ് സമർപ്പിത ശുശ്രൂഷകർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗീ ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, എന്നിന്റെ പ്രത്യേകമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, പ്രത്യേകമായി ഞങ്ങളെ അനുസ്മരിക്കുന്നവർക്ക് വേണ്ടി, കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നീറിലോടെ കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി, അവസാനം വരെ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരും ശക്തരാകുന്നവരെ വേണ്ടി, തൊഴിലില്ലാതെ വിഷമിക്കുന്നവർ, തൊഴിൽ സാധ്യതകൾ ആരായുന്നവർ, കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്റെ തിരുസന്നിധിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാനായി സമർപ്പിക്കപ്പെട്ടിരുന്ന എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി, ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, മറ്റെല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിക്കന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും നൽകണമേ. എല്ലാ സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുവാൻ അങ്ങയുടെ ആത്മാവിന്റെ കരുത്ത് ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് നിറയുന്നത് അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവിനാൽ പ്രചോദിതരായും ശക്തരായും ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. എന്തു പറയണം, എങ്ങനെ പറയണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ അങ്ങയോട് ഞങ്ങൾ പൂർണ്ണമായും ഐക്യപ്പെടട്ടെ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം ഏറ്റെടുത്ത് അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ നയിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടയുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നമ്മ ജീവിതത്തിലും കാണുവാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് അർത്ഥവിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൽ നിത്യകുമാരൻ പർദ്ദയ്ക്കു ഭോജ്യമായി തീർന്നു. സ്നേഹവാദി ദിവ്യഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ മൂല്യമായ ശരീരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഭക്തിയാത്രകളോട് സമീപിക്കാം. അപരാധങ്ങളെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം വിചാരിക്കുകയും ചെയ്യാം. കലകൾ പഠിക്കുന്നവർ സാക്ഷിയെ ശുദ്ധീകരിക്കാം. ആത്മാക്കളെ വിരുദ്ധമാക്കാം. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ജീവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളിൽ ഏർപ്പെടുന്ന ആത്മാക്കളെ രക്ഷിക്കാനുമാട്ടെ. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തന്നെ വാക്കുകളിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരട്ടെ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ദൈവം പ്രവർത്തിക്കുവിൻ. പാപങ്ങൾ വെറുക്കുന്ന നീതിപരമായ വിധികർത്താവേ, ഞങ്ങളുടെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിശ്വസിക്കുന്നവർക്ക് കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ സത്യമായും ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരാൻ
കാത്തു നിൽക്കുന്നുവല്ലോ. കർത്താവെ, അങ്ങയെ സ്വീകരിക്കാനായി ഒരുങ്ങുന്ന ഓരോരുത്തർ ദൈവകൂദാശയായി സ്വീകരിക്കാൻ സാധിക്കാത്തവരിലേക്ക് അങ്ങയുടെ സാമീപ്യവും സാന്നിധ്യവും സഹവാസവും സമൃദ്ധമാക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. സഹോദരനെ ദൈവത്തിന്റെ ശരീരത്തെ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധിയെ പ്രാപിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും മിശിഹായുടെ ശരീരവും രക്തവും കടന്ന പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടന്ന പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. സഹനം വഴിയായി മരണത്തിന്മേൽ ശാശ്വത വിജയം നേടിയ നാഥ, രാജമഹേശ ദൈവകുമാര, വിനയമോടങ്ങേ വന്ദിക്കുന്നു. പരമോന്നതമാ ഉത്ഥാനത്താൽ വിജയകിരീടം ചൂടിയ നാഥ, മർത്യകുലത്തിൽ രക്ഷകരീശോ സാദരമങ്ങേ വാഴ്ത്തിയിടുന്നു. തിന്മകളെല്ലാം നീക്കി ജഗത്തിൽ നിർമ്മല കിരണം വീശിയ നാഥ, അന്തിമ ദിവസം മഹിമയൊടങ്ങി സന്നിധിയടയാൻ വരവരുടേണം. പരിശുദ്ധാത്മാവിന്റെ കൃപാലത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ യേശുവിനെ സമീപിച്ച് പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും വീടുദാതാവായ ദൈവത്തിന് കൃതജ്ഞതയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. അങ്ങ് ഞങ്ങളോട് കാണിച്ച് വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ കൃപാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ മോചിക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിന്തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ, നിന്തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേകി നീ സ്വർഗം നേടും ഒരു നാളെ. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ ഉണരട്ടെ. അവരുടെ സ്മരണ ഉയർത്തിടുമീ വെളിയിൽ ചേർന്നവരെല്ലാരും കൃപയാൽ എന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും
സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എന്റെ കർത്താവിനെ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസും അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിലും ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ പൂർവന്മാരാം ലോകപരാഗം ഇസഹാക്യാക്കോ മഹിതാശതൻ പരിപാവനമാ ബലികൾ പോലെ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ വത്സലരാം സ്ലീഹരുമൊരു പോൽ വിനയാന്യതരായി അവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൾ നാഥ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ അകാലത്തിനെ വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ആകാശത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ട്
എന്തെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പരിശുദ്ധാത്മാവിനെ സ്തുതി. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ, മനുഷ്യരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, അങ്ങയുടെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങൾ നേർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്രേഷ്ഠമായ അവരുടെ ഹൃദയങ്ങളെ വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേതിന്റെ സ്നേഹം അവരെ ലോകത്തിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പരസ്പരങ്ങളാൽ അവരുടെ അവരുടെ ആത്മവും ആശ്വാസവും പരിശുദ്ധ പരമാധികാരണത്തിന് എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യമാതാവേ, ആവേ മരിയ കന്യമാതാവേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എന്റെ അമ്മേ, എന്റെ